ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് വീഡിയോ ആണ് കേട്ടോ. ഇന്നലത്തെ ഫസ്റ്റത്തെ ആയിരുന്നു ഹോസ്പിറ്റലിലെ ജീവിതം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ആ വീഡിയോയിലെല്ലാം വരുന്നത്. അപ്പം ഇന്നലത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു 5 മണി 6 മണി ആ ഒരു സമയത്തേക്ക് നമ്മൾ വീഡിയോ കട്ട് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് കൂടുതൽ നമ്മുടെ വീഡിയോ പോയപ്പോഴത്തേക്ക് അത് കുറച്ച് നീളുന്നുണ്ടോ എന്നുള്ളൊരു സംശയത്തിൻ്റെ കൊണ്ട് ഞാനത് അവിടെ വെച്ച് കട്ട് ചെയ്തു. അതുകൊണ്ട് പിന്നെ ആ ഒരു 6 മണിക്ക് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നത്. ഹലോ. ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരത്തെ കഷായം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കഷായം കുടിക്കണം. ഇത്രയും നേരം അവിടെ വെറുതെ കിടക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം എല്ലാവരുമായിട്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ വെറുതെ ഓരോ വിശേഷങ്ങളൊക്കെ ഇവിടെ കുറേ പേരുണ്ടല്ലോ. അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് കഷായം വന്നത്. രാത്രിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് എനിക്ക് കഞ്ഞിയും പയറും മാത്രമേ ഉള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പത്മിനി എന്ന് പറയുന്ന നമ്മുടെ പപ്പേച്ചിയില്ലേ, അവർ എനിക്കൊരു പൊതിച്ചോറ് കൊണ്ടു തന്നു കേട്ടോ. ആ പൊതിച്ചോറ് അതേ ഇരിക്കുന്നു. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതിൽ കൂടി നടക്കുന്ന, നമുക്ക് അതിൻ്റെ അകത്തു കൂടി നടക്കാം. നമ്മുടെ വാർഡിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് നടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കിടക്കും, അതുപോലെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യും, സംസാരിച്ചിരിക്കുകയെല്ലാം ആയത് കാരണം ഞാനിതിലൂടെ നടക്കാമെന്ന് വിചാരിച്ചു. ഇത് ടോയ്ലറ്റിൻ്റെ ഭാഗം വരുന്നതാണ്. അങ്ങോട്ടേക്ക് ടോയ്ലറ്റ് അതുപോലെ കുളിക്കേണ്ട റൂമും അങ്ങനെയെല്ലാം ആണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഇതൊക്കെയുണ്ട്. ഇരുട്ടായത് കാരണം കാണാമോ എന്നറിയില്ല. എന്തായാലും നാളെ രാവിലെ കാണിക്കാം. അപ്പോൾ ഇതുവഴി ഇങ്ങനെ വെറുതെ നടക്കും. ഞാനിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1/4 മണിക്കൂറായി. ഭക്ഷണം കഴിച്ചതിന് ശേഷം പെട്ടെന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ നടക്കാമെന്ന് കരുതി അങ്ങനെ നടക്കുന്നതാണ്. ഇവിടെ 1-2 പേരൊക്കെ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെയും കുറേ പേരുണ്ട് വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നവർ. പിന്നെ ലൈറ്റൊന്നും ഓഫ് ചെയ്യാണ്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഉറക്കം വരില്ല. അതുകൊണ്ട് പിന്നെ അത്രയും നേരം കൂടി ഇതിലൂടെ നടക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കലാ. പുറത്തുകൂടിയുള്ള നടത്തമെല്ലാം കഴിഞ്ഞ് ഞാൻ അകത്ത് നമ്മുടെ വാർഡിൽ കയറിയതിന് ശേഷം വാർഡിൽ കൂടെയും കുറേ നേരം നടന്നു കേട്ടോ. സമയം ഇപ്പോൾ 9 മണിയാവാൻ പോകുന്നു. ഇവിടെ പലരും കിടന്നു. ഞാൻ പിന്നെ ഇവിടുത്തെ എൻ്റെ ബെഡ്ഷീറ്റ് എല്ലാം തട്ടിക്കുടഞ്ഞിട്ടു, പുതപ്പെല്ലാം നേരെ വെച്ചു. വേറെ പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നുമില്ല. ഇനി ലൈറ്റ് ഓഫ് ആക്കണം, ഫാൻ ഓൺ ആക്കണം, കിടന്നുറങ്ങണം. ഇതേ ഉള്ളൂ. നാളെ ഒരു 6 മണി 6:30 സമയമാകുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് രാവിലെ നമ്മുടെ ബാക്കി വീഡിയോ കാണാം. അങ്ങനെ സമയം 6:45 കഴിഞ്ഞു കേട്ടോ. ഞാനിപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. ഇനി നമുക്ക് നേരെ പോയി ഫ്രഷപ്പ് ആകാം. ഒന്ന് കുറച്ച് ലേറ്റായെന്ന് തോന്നുന്നു. ഞാൻ പുറത്തിറങ്ങാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ഇവിടെ അവർ രാവിലെ തന്നെ തുറന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ വേണത് തുറന്നിറങ്ങാൻ വേണ്ടി. തണുപ്പുണ്ടോ ഇല്ലയോ നോക്കാം. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ വാർഡിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ചൂടെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പ് തോന്നുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ഒരു പപ്പേച്ചി ഉണ്ടെന്ന്. അവർ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ദോശ വാങ്ങിച്ചിട്ട് വരാം. ഇന്നെന്തായാലും നമുക്ക് ദോശ മുടങ്ങിയിട്ടില്ല കേട്ടോ. ദോശ കറക്റ്റായിട്ട് കിട്ടി. ദോശയും കറിയായിട്ട് സാമ്പാറും ചട്നിയും ഉണ്ട് ഇതിനകത്ത്. രാവിലത്തെ ദോശയും സാമ്പാറും നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളം എടുക്കാൻ പോകണം കേട്ടോ. ഇന്ന് ഞാൻ ലേറ്റായിട്ടാണ് പോകുന്നത്. അവിടുത്തെ ചൂട് വെള്ളമല്ലേ, വെള്ളത്തിൻ്റെ ചൂട് നാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ് ഇത്രയും നേരം. ഇന്ന് 1-2 കുപ്പിയൊന്നുമല്ല, 3 എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. നിറച്ചും വെള്ളം എടുക്കണം. ഇന്നലെ ഭയങ്കര വെള്ളം കൂടി മത്സരമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വെള്ളം പെട്ടെന്ന് തന്നെ തീർന്നു. ഞാൻ വെള്ളം എടുക്കാൻ പോയി തിരിച്ച് വന്നു കേട്ടോ. 3 ബോട്ടിലുണ്ടായിരുന്നു. 3 പാത്രത്തിൽ ഞാൻ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉച്ച സമയത്തെല്ലാം നല്ല ചൂടായത് കാരണം ഞാൻ അധികം കുറേ വെള്ളം കുടിക്കലുണ്ട് കേട്ടോ ഇപ്പം. പിന്നെ ഇന്ന് നമുക്കിവിടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഫുഡ് ഉപ്പുമാവാണ് കേട്ടോ. ഗോതമ്പ് ഉപ്പുമാവ്. ഞാൻ പിന്നെ ഗോതമ്പ് ഉപ്പുമാവിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ അച്ചാറാണ്. ഞാൻ പിന്നെ ഏത് ഫുഡിൻ്റെ കൂടെ ആണെങ്കിലും അച്ചാർ കൂട്ടി കഴിക്കും. അതിനെനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ നമ്മളെ ഫുഡ് ഗോതമ്പ് ഉപ്പുമാവും പിന്നെ വെളുത്തുള്ളി അച്ചാറും. ഗോതമ്പ് ഉപ്പുമാവെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഇന്ന് ഞാൻ കറ്റാർവാഴൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഖത്ത് വെച്ച് അതുപോലെ ഈ ബക്കറ്റ് അവിടെ കൊണ്ട് വെച്ചിട്ട് വരാം. ബക്കറ്റിൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ തുണി അലക്കാൻ പോകാൻ കേട്ടോ. ഉച്ചയ്ക്കത്ത് കഞ്ഞിയും പയറെല്ലാം ഞാൻ കുടിച്ചു. പിന്നെ കുറച്ച് നേരത്തേക്ക് കിടന്നുറങ്ങി. പകൽ സമയം നമ്മൾ ഉറങ്ങാൻ പാടില്ല, പക്ഷെ ഭയങ്കര ക്ഷീണമായിപ്പോയി. അതുകൊണ്ട് ഞാൻ അങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയി. അതാണ് ഒരു 2-3 മണിക്കൂർ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. തുണി അലക്കി വിരിച്ചു. കുറച്ച് തുണി എടുക്കാനുണ്ടായിരുന്നു, അതും എടുത്തു. ഇനി വെള്ളം എടുക്കാൻ പോകണം. പിന്നെ അത് മാത്രമല്ല, ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട്.
അതുകൊണ്ട് ഞാൻ അതിനെ ത്രില്ലടിച്ചിരിക്കുക. ഞാൻ 2-3 തവണ ഇവിടെ വന്ന് നോക്കിയിട്ട് പോയി. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾ വന്നു. പക്ഷേ ഇതുവരെയായിട്ട് ആളെ കാണുന്നില്ല. എന്തായാലും കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ഇന്ന് എന്തായാലും വരും. പക്ഷേ അതല്ലല്ലോ, ആൾ നമ്മുടെ അടുത്ത് വരുവാന്ന് പറയുമ്പോഴത്തേക്ക് അവരെ കുറേ നേരം കാത്തിരിക്കുമല്ലോ. അങ്ങനെ കുറേ നേരം ഇവിടെ എല്ലാം വന്ന് റൗണ്ട് അടിച്ച് ഞാൻ പിന്നെയും തിരിച്ച് കയറിപ്പോവും, വരും, തിരിച്ച് കയറിപ്പോവും. ഇത് തന്നെയായിരുന്നു എൻ്റെ പണി. എന്നെ കാണാൻ വരുന്ന ആ സ്പെഷ്യൽ പേഴ്സണെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് എപ്പിസോഡിൽ ആരാ വരുന്നതെന്നും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരും നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.